ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യനും തൻ്റെ കഴിവിൽ പരമാവധി ഈ പ്രപഞ്ച വസ്തുക്കളെയെല്ലാം സംഭരിച്ച് അഭിമാനിക്കും. എനിക്ക് ഇത്ര ഭൂമിയുണ്ട്, ഞാൻ ഇത്രയധികം സമ്പത്ത് നേടിയിട്ടുണ്ട്, ഞാൻ ഇത്രയും മനോഹരമായൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ എനിക്ക് വലിയ വലിയ ആളുകളുമായുള്ള സമ്പർക്കമുണ്ട്, അവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്, എനിക്ക് വേണ്ടി എന്തു ചെയ്യാനും അവർ തയ്യാറാണ് എന്നിത്യാദി കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരുണ്ട്. പക്ഷേ ഈ വസ്തുക്കളൊന്നും തന്നെ നമുക്ക് സഹായകമല്ല എന്ന് മാത്രമല്ല, ഇവയെല്ലാം അല്പകാലത്തേക്ക് മാത്രം നിലനിൽക്കുന്നവ കൂടിയാണ്. മണിമേടകളുണ്ട്, വിത്തമുണ്ടധികം, സേവകരുണ്ട് വേണ്ടപോൽ, ഇവയൊക്കെ എനിക്കധീനമെന്നൊരു നാളും കരുതായി ഒരുത്തരും. ഈ പറയപ്പെട്ട വസ്തുക്കളൊക്കെ എനിക്ക് അധീനമാണ് എന്ന് അതിൽ അഹങ്കരിക്കേണ്ട ആവശ്യവുമില്ല. കാരണം ഇവയൊന്നും തന്നെ തനിക്ക് എന്നും അധീനം ആവുകയില്ല. ഇന്ന് എനിക്ക് അധീനമാണെങ്കിൽ നാളെ ഇവയൊക്കെ മറ്റുള്ളവർക്കും അധീനമാണ്. എനിക്കുള്ളതിനേക്കാൾ മറ്റൊരാൾക്ക് കൂടുതൽ ഇവയുണ്ടെങ്കിൽ എൻ്റെ ഇതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഇങ്ങനെ മനസ്സ് ഓരോന്നിനെ അഭിമാനിച്ചും കൊണ്ട് ഇവിടെ ഈ വസ്തുക്കളിലൂടെ വ്യവഹരിച്ച് സ്വന്തം സ്വരൂപത്തെ അറിയാതിരിക്കുന്നു എന്ന് മാത്രമല്ല, സ്വന്തം സ്വരൂപത്തെ അറിയാൻ ഈ അഭിമാനം അനുവദിക്കുകയുമില്ല. ഇവയാണ് ഏറ്റവും ശാശ്വതമായത്, ഇവയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിച്ച് ഇവയിൽ ഭ്രമിപ്പിക്കുന്നു ഓരോ മനുഷ്യനെയും. മനുഷ്യൻ്റെ മനസ്സ് എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിഗൂഢതകൾ നിറഞ്ഞവയാണ്. അപാരമായ ശക്തിയുള്ളതാണ് മനസ്സെങ്കിലും ഏറ്റവും അധികം ദുർബലവുമാണ് മനസ്സ്. ദുർബലമായ മനസ്സ് നമ്മെ ദുഃഖത്തിലേക്ക് ആഴ്ത്തിയിടുന്നു. എന്നാൽ അപാരമായ ശക്തിയുള്ള മനസ്സാവട്ടെ നമ്മെ ദുഃഖത്തിൽ നിന്നും പരമാനന്ദത്തിലേക്ക് ഉയർത്താനും പര്യാപ്തമാണ്. ഇപ്രകാരം നമ്മുടെ മനസ്സിനെ നാം തന്നെ നിയന്ത്രണ വിധേയമാക്കി അതിനെ നേർവഴിക്ക് നയിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കുന്നതാണ്. മണിമേളകളുണ്ടു, ദ്വിത്തമുണ്ടധികം, സേവകരുണ്ടു വേണ്ടപോൽ, ഇവയൊക്കെ എനിക്കധീനമെന്നൊരു നാളും കരുതായി ഒരുത്തരും. ഇതിൽ അഭിമാനം കൊള്ളുന്ന എത്രയെത്ര ആളുകളുണ്ട്. എന്നാൽ ഇവയൊന്നും എൻ്റേതല്ല, ഇവ സർവേശ്വരൻ്റെ ദാനം മാത്രമാണ്. ഇന്നെൻ്റെ കയ്യിലാണെങ്കിൽ നാളെ അത് മറ്റൊരാളുടെ കൈവശമായിരിക്കും. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.